ഹാർമോണിയത്തിൽ നമുക്ക് എന്തും വായിക്കാം. വെസ്റ്റേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ കർണാട്ടിക് ആയിക്കോട്ടെ, ഓരോരുത്തർ കൽപ്പിക്കുന്നതാണ് ഇതിന് ഇന്നത് പാടില്ല അല്ലെങ്കിൽ ഇന്നത് വരില്ല. കേരളത്തിലെ ആദ്യത്തെ ഫ്യൂഷൻ ബാൻഡ് എന്ന് തന്നെ പറയാം, ബിഗ് ബാൻഡ്. ഞങ്ങൾ എവിടെ നിന്നോ അവിടെ തന്നെ അതിനുശേഷം ഇപ്പൊ ഒരു 20 വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ തെറ്റില്ലല്ലോ, എല്ലാം ഒരു ട്രാക്കല്ലേ, അല്ല കള്ളത്തരല്ലേ നടക്കണത്. ജനങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളിയില്ലേ. ഗാനമേള എന്ന് പറഞ്ഞ സാധനം ഇപ്പം വെക്കുന്നില്ല. ഇപ്പം മെഗാ ഷോ എന്ന് പറഞ്ഞൊരു സാധനം വെക്കും. സ്റ്റേജിൽ കുറെ പുക വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കുന്നു എന്ന് ആർക്കും അറിയില്ല. കീബോർഡ് കാണുന്നുണ്ടെങ്കിൽ സിന്ധുപേരി വായിച്ച അതാണ് ഹാർമോണിയം. എന്താ എത്ര കൊറേ വായിച്ചിട്ടുണ്ട് ഞാൻ. നാടകം എന്ന് പറഞ്ഞ സത്യത്തിൽ ഞാൻ വിചാരിച്ചെന്താ ഇതായിരുന്നു എന്നാണ്. അപ്പൊ ശോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വിടും. ഇപ്പൊ കല്യാണം നടന്നാൽ മതി നമ്മള് അതിനപ്പുറത്തേക്ക് ഒരു മ്യൂസിക് ചിന്ത നമുക്ക് അതിന്റെ മുന്നിൽ വന്നില്ല. ടെൻഷൻ പറഞ്ഞുള്ള ശബ്ദങ്ങള്. ഒറിജിനൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? രാജാ സാറിന്റെ പാട്ട്, സലിൽ ചൗധരി സാറിന്റെ പാട്ട്, ജോൺസൺ മാസ്റ്റർ പാട്ട്, ഈ പാട്ടുകളൊന്നും നമ്മൾ വല്ലാതെ പോവാത്ത നല്ലത്. കേരളത്തിൽ മൊബൈൽ ഫോണിന്റെ ലോഞ്ചിങ് ആദ്യമായിട്ട് വരുന്നത് അത്ര നീട്ടുള്ള സാധനം, അത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു. അന്ന് മോഹൻലാൽ സാറായിരുന്നു അതിന്റെ ആങ്കറിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി. അതിനാണ് അദ്ദേഹത്തിന്റെ കൂടെ വായിക്കുന്നത്. ഫോക്ക് ഒരു പ്രകൃതി സംഗീതമാണ്, പ്രകൃതിയിലുള്ള ഒരു സാധനങ്ങളാണ്. അത് തന്നെയാണ് നമ്മൾ എല്ലാ മ്യൂസിക്കിലേക്കും ആവാഹിച്ചത്, എല്ലാത്തിലേക്കും. കംപ്ലീറ്റ് ഞങ്ങൾ വായിക്കായിരുന്നു ലൈവ്. തട്ടിപ്പ് പരിപാടി ഇല്ല. എന്ന് തട്ടിപ്പ് വന്നോ അന്ന് ജനങ്ങൾ ആ മേഖല വെറുത്തു. ഗാനമേള ആയാലും ഫ്യൂഷൻ ആയാലും അതിന്റെ ബിറ്റ് പത്തു വെളുപ്പിൻ അതിനൊരു ഹാർപ്പ്, വില്വാദ്രിനാഥൻ. മ്യൂസിക്കില് ടെക്നോളജി ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇൻസ്ട്രുമെൻസിലും ഇതേ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിൽ ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് അല്ലാതെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ മ്യൂസിക് ചെയ്യാവുന്ന രീതിയിലേക്ക് ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് താരതമ്യേന ഹാർമോണിയം എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഒരു ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ പഴയതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾ ഹാർമോണിയം കച്ചേരി നടത്തുകയും വലിയ മ്യൂസിഷ്യൻസിൻ്റെ ഒക്കെ ഒപ്പം ഹാർമോണിയം അക്കമ്പനി ചെയ്യുകയും അതിനകത്ത് എല്ലാ തരത്തിലുള്ള സംഗീത വിഭാഗങ്ങളും വെസ്റ്റേൺ ആയാലും കർണാട്ടിക് ആയാലും ഹിന്ദുസ്ഥാനി ആയാലും ഒക്കെ ഇങ്ങനെ ഭയങ്കര അനായാസമായിട്ട് ഹാർമോണിയമാണ് നിങ്ങൾ എന്ന് പറയാവുന്ന തരത്തിൽ മാറിയിട്ടുണ്ട്. ഹാർമോണിയത്തെ പറ്റിയിട്ട്, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയിട്ട് എന്താ പറയുക? എല്ലാം ഉണ്ടെങ്കിലും ഞാനൊരു ഒന്നല്ല, നമ്മളൊരു ഈവൻ ഒരു മ്യൂസിക് പൂർണ്ണമാവാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പോസർ ഇപ്പോൾ പുറത്തൊഴികെ, ഇപ്പം മറ്റു രാജ്യങ്ങൾ ഒഴികെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ലെജൻഡറി മ്യൂസീഷ്യൻസും നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഹാർമോണിയം തന്നെയാണ്. ഒരു പക്ഷേ ഞാനത് കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിലേക്ക് വന്നത്. പിന്നെ എൻ്റെ ഒരു ശ്വാസം എന്ന് പറയുന്നത് ഹാർമോണിയം തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനായിരിക്കാം ഒരു പക്ഷേ ഫ്യൂഷൻ മ്യൂസിക്കിന് ഹാർമോണിയം എന്നുള്ളൊരു സാധനം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം കേരളത്തിലായാലും അല്ലെങ്കിൽ പുറത്ത് നമ്മളെല്ലാ പ്രോഗ്രാമിനും പോകുമ്പോൾ ഇനി ഇപ്പം പത്മശ്രീ ഹരിജിയുടെ കൂടെ ഞാൻ ഏകദേശം ഒരു 600ഓളം വേദികൾ
പങ്കിടാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അദ്ദേഹമൊക്കെ ഞാൻ കീബോർഡായിരിക്കും വായിക്കാം. ഇപ്പം വേൾഡിൽ എവിടെ പോയി കഴിഞ്ഞാലും കീബോർഡായിരിക്കും വായിക്കും. പക്ഷേ ഒരു സ്ഥലത്തെങ്കിലും എനിക്ക് അന്ന് ചിലപ്പോൾ ഹാർമോണിയം കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഹരിജി ഏതെങ്കിലും ഒരു ഗസൽ പാടുമ്പോൾ എന്നെ കൊണ്ട് ഹാർമോണിയം ടോൺ ഇട്ടിട്ട് എന്നെ കൊണ്ട് അത് വായിപ്പിക്കും. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഞാൻ ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയായിട്ട് കാണുന്നത്. കാരണം അദ്ദേഹമൊക്കെ നോർത്തിലുള്ള ഗസൽ മ്യൂസീഷ്യൻസൊക്കെ തന്നെ അവിടെയുള്ള ഹാർമോണിസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉസ്താദന്മാരൊക്കെ വായിക്കുന്ന ഇടത്ത് എനിക്കൊരു സ്ഥാനം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അതിപ്പം ഉള്ളിയേരി പോലെ ഒരു സ്ഥലത്തു നിന്നാണല്ലോ എൻ്റെ ഒരു വരവ്. ഒരു ചെറിയ സ്ഥലമല്ലേ. അപ്പോൾ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു സാധാ ഫാമിലി. അച്ഛൻ നാദസ്വര വിദ്വാൻ ആയിരുന്നു. അച്ഛൻ ആ ഉള്ളിയേരി പോലൊരു സ്ഥലത്ത് എനിക്ക് അത്ഭുതമാണ് ഇപ്പോഴും. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ 4 മക്കള്, അച്ഛൻ, അമ്മ അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി. എല്ലാ മ്യൂസിക് അമ്മ ഫോക്ലോറിന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്മ അസലായിട്ട് പാടും, ഏട്ടനായാലും പാടും, അനിയത്തിയായാലും പാടും, അല്ലെങ്കിൽ ചേച്ചി, എല്ലാവരും അങ്ങനെ ഒരു ഇതാണ്. എന്നാൽ ഇവരാരും ഒരു സിസ്റ്റമാറ്റിക് ആ കാലത്ത് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത എന്നൊന്നും പറയുന്നതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാവരെ പോലെ തന്നെ ഓൾമോസ്റ്റ് കലാകാരന്മാരെ പോലെ. അപ്പോൾ എനിക്ക് ഞാൻ കണ്ടു വളർന്നതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭജന, ഞാൻ ഭജനയ്ക്ക് പോയിട്ടാണ് എനിക്ക് സ്വന്തമായിട്ട് അന്നൊരു ഹാർമോണിയം കൂടെ ഇല്ല. അച്ഛൻ ലോൺ എടുത്തിട്ടാണ് എനിക്ക് ഒരു ഹാർമോണിയം വാങ്ങി തരുന്നത്. അത് പൊന്നുപോലെ നോക്കുന്ന ഒരു അവസ്ഥയും. അപ്പൊ പോണ തന്നെ അവിടെ നമ്മളുടെ ഒരു ആദകശ്ശേരി ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമാണ്. അപ്പൊ അവിടെ വൃശ്ചിക മാസമായി കഴിഞ്ഞാൽ മണ്ഡലമാസം അപ്പൊ ഫുൾ ബിസി ആയിരിക്കും ഞാൻ. കാരണം ഡെയിലി ഭജന ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നമ്മൾ പോയി വായിക്കുക. അതേത് വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്? ഓർമ്മ വെച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 1ാം ക്ലാസ്, 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ്. LP സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അതായിരുന്നു. അപ്പൊ തന്നെ നമ്മളെ നാട്ടുകാരൊക്കെ ഭാഗവതരെ എന്നൊക്കെ വിളിക്കും, കുഞ്ഞേതാണല്ലോ. പക്ഷേ ആ ഒരു സംഗീതം തന്നെയാണ്. പിന്നെ അതിനുള്ളൊരു ഗുണം ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്താ വെച്ചാൽ അവിടെ വരുന്നവർ പാടുന്ന ആൾക്കാരൊന്നും സംഗീതം പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഓരോരോ ശ്രുതിക്കാണ് പാട്ട് പാടുക. ഇപ്പൊ ഹര ശംഭു എന്ന് പറഞ്ഞ ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു ട്യൂണിൽ പാടി, പക്ഷെ ഇങ്ങനെ ഒരു ട്യൂണ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ എന്റെ ഊഴം എന്തായിരുന്നു വെച്ചാൽ അവരെ ബാക്കില് ഇത് വായിച്ച് പിടിക്കുക എന്നുള്ളതാ, പിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാ. അതൊരു പ്രയത്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ സ്കൂളല്ലേ. ഇപ്പൊ എന്താ വെച്ചാൽ നമുക്കിപ്പം ഹാർമോണിയത്തിൽ ട്രാൻസ്പോസ് ഉണ്ട്. എന്താ ട്രാൻസ്പോസ്? ശ്രുതി മാറ്റാം. ഇപ്പൊ നമ്മൾ ഒരു വെള്ളക്കട്ടയ്ക്ക് വായിച്ച് പഠിച്ച് കാണാൻ 1.5 കട്ടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കീച്ച്, അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ആയി. അതൊന്നുമില്ല. അപ്പൊ നമുക്കിപ്പോ ഒരാൾ ഒരു കട്ടയ്ക്കാണ് ഭജന പാടുന്നത്, മീൻസ് ഒരു ശ്രുതി കട്ട എന്ന് പറഞ്ഞ ശ്രുതിക്കാണ് പാടുന്നതെങ്കിൽ നമ്മൾ അതിന് ഫോളോ ചെയ്യണം. ഇനിയിപ്പോ മറ്റാൾ ചിലപ്പോൾ പാടിയെത്തുമ്പോൾ 1.5 ആയിരിക്കും, അപ്പൊ അതിന് ചെയ്യും. ബേസ് അറിഞ്ഞിരിക്കണല്ലോ, അത് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ബേസിക്കലി ഞാൻ തുടങ്ങുമ്പോ ഒന്നും പഠിച്ചിട്ടില്ല. അവിടെ അച്ഛൻ കുറച്ച് ഹാർമോണിയൊക്കെ ഇങ്ങനെ, അച്ഛൻ എന്തും വായിക്കും, എന്നാ ഒന്നും പഠിച്ചിട്ടില്ല. അച്ഛൻ തബല അത്യാവശ്യം വായിക്കും. അല്ലെങ്കിൽ അപ്പൊ അച്ഛനൊക്കെ ഇങ്ങനെ വായിക്കുന്ന കയ്യാണ് ഞാൻ കണ്ടത്. പക്ഷെ ആ ഭജനയ്ക്ക് പോയതിന് ശേഷം അച്ഛൻ തന്നെ മനസ്സിലാക്കിയിട്ട് പാവം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ഗുരുനാഥനെ എനിക്ക് കൊണ്ടുതരിക. പക്ഷെ അത് പാട്ടായിരുന്നു. ഞാൻ പാട്ടും എന്റെ ജ്യേഷ്ഠൻ തബലയായിരുന്നു. അപ്പോ ഇതിലെന്താ അതിന്റെ ഒക്കെ ഒരു രസം എന്ന് വെച്ചാല്, ഈ എനിക്ക് ഹാർമോണിയത്തിൽ പാട്ട് ഞാൻ പഠിച്ചപ്പോ മായമാളവ അതാണ് പഠിച്ചത്. പിന്നീട് അതിന്റെ 2ാം കാലം, 3ാം, ഇത് എനിക്കൊരു പിന്നീട് ഞാൻ എന്താ വെച്ചാൽ ഈ ഹാർമോണിയം അവിടെ ലോൺ എടുത്ത് വാങ്ങിയ ഹാർമോണിയം ഈ പറഞ്ഞു തരുന്ന സാധനങ്ങൾ ഞാൻ ഇതില് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മളിപ്പോ പിന്നീട് ഇങ്ങനെ വരാൻ തുടങ്ങി. അതെനിക്ക് എല്ലാ കട്ടയ്ക്കും അങ്ങനെ വരാൻ തുടങ്ങി. അത് അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. അന്ന് ഈ സ്പീഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അങ്ങനെയാണല്ലോ പറയുന്നത്. അതെ, ഈശ്വരാനുഗ്രഹം. സ്പീഡ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സാധനവും വായിച്ച് ഞാൻ മത്സരമായിരുന്നു, എനിക്ക് ഇത്ര സ്പീഡ് ആക്കണം എന്നുള്ളത്. അതായിരുന്നു എൻ്റെ പ്രാക്ടീസ്. ആ സമയത്തുള്ളത് തന്നെയാണ് പ്രാക്ടീസ്. അപ്പോൾ ഒപ്പം ജ്യേഷ്ഠനായിരുന്നു തബല പഠിച്ചത്. അപ്പം ഞാൻ അതും കണ്ടിട്ട് തബലയും വായിക്കുമായിരുന്നു. അപ്പൊ തബലയ്ക്കാണ് ഞാൻ കോമ്പറ്റീഷനൊക്കെ പോവാ എന്റെ കാര്യം. പിന്നെ ഞാൻ കുറെ ചെണ്ട പഠിച്ചു. അങ്ങനെയൊക്കെയാണ് എൻ്റെ. അല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. അപ്പൊ അന്ന് കർണാടിക് മ്യൂസിക്, ഓഫ് കോഴ്സ് കർണാടിക് മ്യൂസിക് അതെനിക്ക് പറഞ്ഞു തന്നത് ഒരു മഹാരഥനായ കലാകാരനായിരുന്നു. പൂക്കാട്ടിലൊരു വേണു മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കലാകാരനുണ്ട്. എനിക്ക് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും അപ്പോഴും ഞാൻ ഏറ്റവും ഒരു ആർട്ടിസ്റ്റായിട്ട് കാണുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം ഉഗ്രനായിട്ട് വായിക്കും. അദ്ദേഹത്തിന്റെ ചില ഫിംഗറിംഗ് ഒക്കെ ഞാൻ പിന്നീട് ഇങ്ങനെ വായിക്കുമ്പോൾ അന്നൊക്കെ മൂപ്പരൊക്കെ ചില
സാഗരമേ. ഈ പാട്ടൊക്കെ ഞാൻ വേണുവേട്ടൻ വായിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു സുകുമാരേട്ടൻ എന്ന് പറഞ്ഞിട്ട് തബലിസ്റ്റും വരും. ഇവരായിരുന്നു എൻ്റെ ഒരു ലോകം സത്യത്തിൽ. അപ്പോൾ അവർ വായിക്കുന്നത് അതൊക്കെ ഇപ്പം ചിലപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യം തോന്നും. ഇപ്പോഴത്തെ നമ്മുടെ പഠനം കളരി ചെയ്തായിരിക്കും. കളരിയത്. പക്ഷെ അവരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളായിരുന്നു, കണ്ട് പഠിക്കാനുണ്ട്. അത് തന്നെയായിരുന്നു ബേസിക്കലി. ഈ കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കിന്റെ ഒരു സ്ഥലവും കൂടിയിട്ടാണല്ലോ. ഒരുപാട് ആളുകൾ ബാബുരാജിന്റെ ഒക്കെ പോലുള്ള മഹാന്മാരുടെ ഒരു സ്ഥലവും കൂടിയിട്ടാ. ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അവിടെ മെഹഫിൽസ് ഇപ്പോഴും നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ എന്ത് സംഗീത പരിപാടി വെച്ചാലും നിറച്ച ആളുണ്ടാവുന്ന ഒരു സ്ഥലവും കൂടിയിട്ടാ കോഴിക്കോട്. മറ്റു സ്ഥലങ്ങളെ മാതിരിയല്ല. നാട് എത്രത്തോളം മ്യൂസിക്കിൽ സ്വാധീനിച്ചിട്ടുണ്ട്? നാട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഹാർമോണിയത്തിൽ നമ്മൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തും വായിക്കാം. ഹാർമോണിയത്തിൽ നമുക്ക് എന്തും വായിക്കാം. വെസ്റ്റേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ കർണാട്ടിക് ആയിക്കോട്ടെ, എന്തും വായിക്കാം. ഇതിനെന്താ വെച്ചാൽ ഓരോരുത്തർ കൽപ്പിക്കുന്നതാണ്. ഇതിന് ഇന്നത് പാടില്ല, അല്ലെങ്കിൽ ഇന്നത് വരില്ല, ഇന്നത് പാടില്ല. അങ്ങനെ ചില ഇൻസ്ട്രുമെന്റിന് ചില ആൾക്കാർ കൽപ്പിക്കും. ഇപ്പം ഹാർമോണിയം എന്ന് പറയുമ്പോൾ ഗമകം വരില്ല എന്നൊരു സാധനം എല്ലാവരും പറയും. പക്ഷെ ഗമകത്തിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില മൃഗകളോ കാര്യങ്ങളോ ചില എന്നുള്ള സാധനങ്ങളോ ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ ഗമകം വൃത്തിയായിട്ട് വായിക്കുന്നവരുണ്ട്. അപ്പോൾ ഇപ്പം മറ്റുള്ള ഓരോരോ സാധനത്തിനും അങ്ങനെ ഒരു ഇതുണ്ടാവും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം വായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി അടുത്തൊരു കാര്യം, നമ്മളിപ്പോൾ ഞാനിപ്പോൾ കർണാട്ടിക് കച്ചേരികൾ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പറയാലോ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ചെമ്പൈ കോളേജിൽ പഠിക്കാൻ വന്നെന്ന് അറിയാണ്ട്. അപ്പം ആ സമയത്ത് ഓർക്കസ്ട്ര എൻ്റെ മുന്നിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ മുന്നിൽ ജീവിതം എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവം മുന്നിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യാം. അത് ചെറുപ്പത്തിൽ തന്നെ ഞാൻ അങ്ങനെ ഒരു ശീലം എനിക്ക് വന്നിട്ടുണ്ട്, വീട് നോക്കുക എന്നുള്ളത്. അത് ചെറുപ്പം മുതലേ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ സുഖമായിട്ടിരിക്കുക എന്നുള്ളൊരു. പക്ഷെ അതെനിക്ക് ഭാവിയിൽ ഒരുപാട്, അതും ഒരു സ്കൂളാണ്, ഒരു പക്ഷേ അനുഭവങ്ങളാണ് അതൊക്കെ. അപ്പം നമ്മൾ ഹാർമോണിയം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർണാടക കച്ചേരി വായിക്കുമ്പോൾ ഒക്കെ പലരും ഫ്യൂഷനാണ്, 100% 1%. അത് ഫ്യൂഷനെ പോലെയാണ്. ഫ്യൂഷൻ മോശമല്ലല്ലോ, ഗംഭീര പരിപാടിയല്ലേ. അപ്പോൾ ചിലരും, അപ്പം ഞാനതൊന്നും കെയർ ചെയ്യാറില്ല. പിന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് ആണ് എനിക്ക് ഏറ്റവും വലുത്. അവരാണല്ലോ നമുക്ക് കഞ്ഞി തരുന്നത്. ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞപ്പോഴേ, ഫ്യൂഷന്റെ ഒരു സാധ്യത അതിഭീകരാണല്ലോ. അതായത് പലതരം കൾച്ചറുകളെ, പലതരം ഇൻസ്ട്രുമെന്റ്സിനെ, പലതരം ടോണുകളെ, ആൾക്കാരെ, ഒക്കെ നമ്മൾ ഒറ്റ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒറ്റ ടീമായിട്ട് കൊണ്ടുവന്ന് ഭയങ്കര സിംഫണിയാണല്ലോ യഥാർത്ഥത്തിൽ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത മട്ടന്നൂരിന്റെ കൂടെയുള്ള ഒരു ഫ്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. പക്ഷെ അത് ഗംഭീരമായിട്ട് വേൾഡിൽ മുഴുവനും പല വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അങ്ങനത്തെ ആലോചനകളൊക്കെ എന്തൊക്കെ തരം ഫ്യൂഷൻസ് സാധ്യമാണ്? എത്ര തരം കൾച്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ സാധ്യമാണ്? അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും കൂടിച്ചേരലാണല്ലോ ഏറ്റവും വലുത്. ഒന്ന് എന്താ വെച്ചാൽ, എന്തൊരു മ്യൂസിക് ആയാലും ഒരു ഗ്രൂപ്പ് വർക്കിംഗ് ആണെങ്കിൽ മനസ്സിന്റെ കൂടിച്ചേരലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫ്യൂഷൻ ബാൻഡ് എന്ന് തന്നെ പറയാം, ബിഗ് ബാൻഡ്. അത് ബാലഭാസ്കർ, ഞാന്, കോട്ടയം ജോസി എന്ന് പറഞ്ഞ ഇന്ത്യയിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ബേസ് ഗിറ്റാറിസ്റ്റ്, അതുപോലെ ഘടം വായിക്കുന്ന തൃപ്പൂണിത്തറ ചെമ്പയിലും, അതുപോലെ എല്ലാം മൃദംഗം പ്രൊഫസറായിട്ടുള്ള സുധീർ സാറ്, അതുപോലെ തബല മഹേഷ് മണി. പിന്നെ ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, പ്രകാശ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മരിച്ചു. പിന്നെ ജോബോയേട്ടൻ എന്ന് പറഞ്ഞ ഡ്രമ്മർ, പ്ലസ് നിർമ്മൽ എന്ന് പറഞ്ഞ ഡ്രമ്മർ. ഇതൊരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. ഒരു പക്ഷേ ആദ്യത്തെ ബാൻഡ് ബാലു ആയിരുന്നു. അപ്പോൾ ബാലുവിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കൊണ്ടുവരും,
അത് പഠിപ്പിക്കും. സ്കൂള് അങ്ങനെയല്ല, അണ്ണാ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്ത്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ വരുന്ന മ്യൂസിക്കിന്റെ കണ്ടന്റും ഒപ്പം ശബ്ദങ്ങളും എന്താ പറയുക സംസ്കാരവും അതെങ്ങനെയൊക്കെ എത്തും എന്നുള്ളതും. കാരണം ഞങ്ങളെല്ലാം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ ഗാനമേള എന്നുള്ളൊരു പവിത്രമായ സംഗീത മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത്, പവിത്രമായിരുന്ന കാലത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. വർക്ക് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കഥാപ്രസംഗമായാലും നാടകം എല്ലാം ഒരു ടീമാണല്ലോ. അപ്പം നമുക്ക് എല്ലാ സംസ്കാരം ഒരു ഈശ്വരാനുഗ്രഹത്തിൽ നമുക്ക് ആ കാലഘട്ടത്തെ അതിനെ കൊണ്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ശങ്കരേട്ടൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച്. ഒരു പക്ഷേ ശങ്കരേട്ടനും അങ്ങനെ ഒരു ഫ്യൂഷന് ആദ്യമായിരിക്കും. പക്ഷെ അത് സൗണ്ടിങ് വേസും അല്ലെങ്കിൽ മ്യൂസിക്കലി എല്ലാം തന്നെ ജനങ്ങളത് ഏറ്റെടുത്തു. ഈ ഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സംസ്കാരം അമ്പലത്തിലേക്കും എത്തിച്ച് ഞങ്ങളാ. എനിക്ക് തോന്നുന്നത് പാലക്കാട് തന്നെ മണപ്പുള്ളിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വളരെ ചുരുങ്ങിയൊരു എമൗണ്ടിനാണ് അന്ന്. പിന്നെ അത് കണ്ടിട്ട് അതിനുശേഷം ഞങ്ങൾ കൊല്ലത്തേക്ക് പോണു. അങ്ങനെയാണ് ഈ അമ്പലങ്ങളിലേക്ക് ശരിക്കും ഞങ്ങൾ അത് എത്തിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾ ആസ്വദിക്കുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള. ഇനി അത് ആസ്വദിക്കാനുള്ള മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഞങ്ങൾ വായിക്കായിരുന്നു ലൈവ്. തട്ടിപ്പ് പരിപാടി ഇല്ല. എന്ന് തട്ടിപ്പ് വന്നോ അന്ന് ജനങ്ങൾ ആ മേഖല വെറുത്തു. ഗാനമേള ആയാലും ഫ്യൂഷൻ ആയാലും. ഇനി അതിലൊരു വിഷമം എന്താണെന്നറിയോ, പിന്നീട് ബാലു പോയി, അല്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ ഈ പറഞ്ഞതുപോലെ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പോണത് നമ്മൾ. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്നോ അവിടെ തന്നെ അതിനുശേഷം ഇപ്പൊ ഒരു 20 വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു പുതിയ ഒരു കണ്ടന്റ് കൊണ്ടുവരിക, ക്രിയേറ്റിവിറ്റി ഇല്ല ശരിക്കും. ഞങ്ങൾ അന്ന് ചെയ്തത് അതേ രീതിയിൽ ഫോളോ ചെയ്ത് വരിക. ഇപ്പോഴുള്ള ലാസ്റ്റ് വരെയുള്ള ആൾക്കാർ ഒരു സ്വന്തമായിട്ടുള്ളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റോ ഇത്രയും മീഡിയയുടെ സാധ്യതകളും ഉണ്ടായിട്ട് കൂടെ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓൺ കമ്പോസിഷൻസ് വരുമ്പോഴല്ലേ അടുത്ത തലമുറയ്ക്ക്. ഇപ്പൊ ഞങ്ങൾ അന്ന് വായിച്ചു വെച്ച സൂര്യ പീസ് അല്ലെങ്കിൽ ബാലുവിന്റെ പീസ് അത് തന്നെ ഇപ്പൊ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെണ്ണിലവേ, ഇതൊക്കെ ഞങ്ങളന്ന് ഉയരെ അല്ലെങ്കിൽ ഏത് ഫിലിം സോങ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം, അതിന്റെ പലതരം വേർഷൻസ് അല്ലാതെ പുതുതുണ്ടാവുന്നില്ല. അത്രേ ഉള്ളൂ. അതില് കലാമണ്ഡലം ഹൈദരാലിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തത് അത് അല്ലേ? അയ്യോ മാഷൊക്കെ ലെജൻഡ് അല്ലേ. സംഗീതം ആസ്വദിച്ചിട്ട് കരഞ്ഞു പോകുന്ന അവസ്ഥയല്ലേ. അപ്പം നമ്മൾക്കപ്പം ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില മ്യൂസിക്കോ കേൾക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ടതായാലും അല്ലെങ്കിൽ അച്ഛനമ്മയുടെ മുഖം ഒറ്റപ്പെടുമ്പോൾ ഒക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഒക്കെ നമുക്ക് ഈ വിവിധ കൈൻഡ് ഓഫ് മ്യൂസിക്കാണ് നമുക്ക് തണലാവുന്നത്. അതുപോലെ ഞങ്ങളെല്ലാവരും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഊട്ടക്കരച്ചിലായിരുന്നു മാഷ് അത് പാടിയിട്ട്. പിന്നീട് അത് കഴിഞ്ഞ് വളരെ ചുരുക്കം സമയത്തിനുള്ള തന്നെ മാഷ് നഷ്ടമായി, മരിച്ചു. അത് ഭീകര. എന്നിട്ട് ഞങ്ങൾ തന്നെയാണ് വായിച്ചത്. പക്ഷേ മാഷ ആ ഒരു മുഖവും കഥകളി സംഗീതമാണ്, ദൈവികമാണ് എന്നൊക്കെ പറയുമെങ്കിലും ഏതൊരു ദൈവമായാലും അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് അറിയും. അത്രയും സോൾ. ക്ഷേത്രത്തിനകത്ത് കയറ്റാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. പുറത്ത് ആണ് വേദി കെട്ടി. അതെ അതെ അതെ, മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. ഹൈദരാലി മാഷ് ഒരു കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴും ഉള്ളൊരു സുഖം, അതുപോലെ ദാസാറ് വിളിക്കുമ്പോൾ ഉള്ളൊരു സുഖം എനിക്ക് വളരെ കുറച്ച് പേരാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. മാഷൊരു ലെജൻഡറി. അപ്പം അതിനുശേഷമാണ് ഞങ്ങൾ ശങ്കരേട്ടനായിട്ട് പിന്നീട് ബാലു ആയിട്ടുള്ളൊരു ഞങ്ങൾ കുറച്ചൊരു അകൽച്ചയൊക്കെ വന്നപ്പോൾ കാരണം ഞങ്ങളായിട്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ആയതാ. അതിന് ശേഷം ശങ്കരേട്ടനും ഞാനും കൂടെ തന്നെയാണ് തൃകായ എന്ന് പറഞ്ഞൊരു ബാൻഡ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയ സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും അംഗീകരിച്ചൊരു സംഭവം. എന്താ സംഗതി വെച്ചാൽ 3 ചെണ്ട, ശങ്കരേട്ടനും മക്കളും 3 ചെണ്ട, പിന്നെ തിമില, മദ്ദളം,
എലത്താളം, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ, ഡ്രംസ്, വയലിൻ, കീസ്, മൃദംഗം, തബല, അത്തരം ഫ്യൂഷൻ ഒരുപക്ഷെ ആദ്യമായിരിക്കും അല്ലേ? ഫസ്റ്റാണ്, ഞങ്ങളാണ് തുടങ്ങിയത്. പക്ഷെ അത് പോയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വരണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അംഗീകാരം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ശരിക്കും എത്തിയത്. പക്ഷെ അതിനുള്ളൊരു എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, പിന്നീട് നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ടവർ തന്നെ, അല്ലെങ്കിൽ അതിനെ വിളിക്കണം എന്ന് പറഞ്ഞവർ തന്നെ അത് വിളിക്കാണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടതാണല്ലോ അതൊക്കെ. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു വിഷമം. ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, അവിടുത്തെ ചെമ്പൈ സംഗീതോത്സവത്തില് 1 മണിക്കൂർ കച്ചേരി അവതരിപ്പിക്കാൻ ഒരുപാട് വർഷം അല്ലേ അത് നിങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹാർമോണിയം കച്ചേരി ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴാ? ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹാർമോണിയം പലപ്പോഴും വായിക്കും. ഞാൻ ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ഒരു രാഗമൊക്കെ വായിച്ചിങ്ങനെ ഇടും. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു തന്നത്. പലരും എന്നെ വിളിക്കും. അപ്പോൾ അതിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൂടെ, അതാണ് ശരിക്കും. ഇനി ഗുരുവായൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുരുവായൂർ സംഗീതോത്സവത്തിൽ നിന്നും എനിക്കൊരു കോള് വരുന്നു. പിന്നെ ഏതോ ഒരു വിദ്വാൻ, ഹാർമോണിയം വിദ്വാൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ വിളിച്ച് 1 മണിക്കൂർ കച്ചേരിയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് വായിക്കണം. എനിക്ക് പിന്നെ എന്താണെന്നറിയാം, ഒരു ധൈര്യം, എൻ്റെ ഒരു ധൈര്യം, കച്ചേരി നടത്തുമ്പോൾ എൻ്റെ ഒരു ധൈര്യം എന്തായിരുന്നു വെച്ചാൽ, അവിടെ അധികവും കൃഷ്ണൻ്റെ കൃതികളാണ്, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ കൃതികളൊക്കെയാണല്ലോ വായിക്കുക, ഗുരുവായൂർ നാരായണൻ്റെ കൃതി. എനിക്ക് ആകെ അറിയുന്ന കൃഷ്ണാനി ബേഗനെ, അല്ലെങ്കിൽ പിന്നെ കുറേ ഡിവോഷണൽ ഇങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോവാം, ഞാൻ ധൈര്യത്തിലങ്ങ് പോവാം. ഞാൻ പോയി നോക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ തൊട്ട് മുന്നേ വായിക്കുന്ന ചൗരസി സാറാ. അങ്ങനെയുള്ള കച്ചേരികൾ, ഈ 1 hour കച്ചേരി എന്ന് പറഞ്ഞാൽ വെരി സ്പെഷ്യൽ കച്ചേരിയാണ്. ഞാൻ വായിച്ചു, ഭയങ്കരമായ അഭിപ്രായമായിരുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ ആദ്യം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു കമ്പോസിഷൻ ആണ് തുടങ്ങിയത്, ഒരു സ്വന്തം. അപ്പോൾ ഞങ്ങളത് തുടങ്ങി. ഇതിന് ഭാഷയില്ലല്ലോ, ഞങ്ങളത് തുടങ്ങി. പിന്നീട് ഞാൻ കൃഷ്ണാനി ബേഗനെ അങ്ങനെയൊക്കെ വായിച്ചു. പക്ഷെ ഭയങ്കരം, ഒരു പക്ഷേ ആ നടന്ന സീരീസിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് അവര് തന്നെ പറഞ്ഞൊരവസ്ഥയായിരുന്നു. പിന്നീട് എനിക്ക് ആ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയി. ആ ഒരു പോസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, 1 hour കച്ചേരിയുടെ. പിന്നീട് ഞാൻ ഒരുപാട് പേരുമായിട്ട് അവിടെ, അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിൽ അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഉത്സവത്തിനും പ്രോഗ്രാം വരിക. പിന്നീട് ഞാൻ ശ്രീനിവാസ സാർ ബാൻഡിൽ, അല്ലെങ്കിൽ ശിവമണി അണ്ണൻ, രാജേഷ് വൈദ്യ, ഒരുപാട് പേരെ കൊണ്ടുവരുകയും ചെയ്തിട്ടുണ്ട് അവിടെ. അങ്ങനെ അത് തുടരുന്നുണ്ട് കച്ചേരികൾ. എല്ലാ സഭകളിലും ഞാൻ ഓൾമോസ്റ്റ് കച്ചേരി വായിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് കൽപ്പാത്തി തേര് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ കൽപ്പാത്തിയിൽ 60 വർഷം ആയിട്ട് ഒരു സംഗീതോത്സവം നടക്കും, നാഷണൽ മ്യൂസിക് ഫെസ്റ്റ് ആണത്. അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഹാർമോണിയം കച്ചേരി വായിച്ചു. അത് എനിക്ക് ഭയങ്കര ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെമ്പൈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു ഈ കച്ചേരി. ഹോസ്റ്റലൊന്നും ഇല്ലാത്തപ്പോൾ പട്ടിണി കിടക്കുന്ന സമയത്ത് ഈ പരിപാടി നടക്കുമ്പോൾ വൈകുന്നേരം ആയാലും ഞങ്ങൾ പോകും. വൈകുന്നേരം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സീറ്റൊന്നും ഉണ്ടാവില്ല, പഠിക്കുന്ന കുട്ടികൾക്കൊന്നും. അങ്ങനെ ഒരു ഇതാണത്. അവിടെ നിലത്തിരിക്കും മഴക്കാലമായിരിക്കുമല്ലോ, നല്ല മഴയുണ്ട്. അപ്പം മഴ നനഞ്ഞൊക്കെ കൊണ്ട് ഇങ്ങനെ ബാക്കൊക്കെ മൂടൊക്കെ നനഞ്ഞെന്ന് പറയില്ലേ, ഒക്കെ നനഞ്ഞിരുന്ന് കച്ചേരി കേൾക്കുമായിരുന്നു. കേൾക്കുന്നത് രത്നങ്ങളുടെ കച്ചേരിയൊക്കെ കേൾക്കുക, ശേഷവാൽ സാറ് അല്ല അതിനപ്പുറത്തേക്കുള്ള ആൾക്കാർ. അപ്പോൾ ആ വേദി സ്വപ്നമായിരുന്നു, എന്തെങ്കിലും ഒന്ന് എന്നുള്ള. അവിടെ വായിച്ചു പ്രാവശ്യം, നല്ല ഈശ്വരാനുഗ്രഹത്തിൽ നല്ല കച്ചേരിയായി. നമ്മളെക്കാട്ടിലും ഒരുപാട് നല്ല കലാകാരന്മാരെയാണ് ഞാൻ വിളിക്കുക, എൻ്റെ കൂടെ കൂടിക്കുക. അപ്പോഴേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ആയത്, ഒന്നും പഠിക്കാതെ. ഇപ്പോൾ പാലക്കാട് ഞാൻ വന്നപ്പോൾ തന്നെ ഗാനമേളയ്ക്ക് എൻ്റെ കൂടെ. പാലക്കാട് വന്ന് വിടുന്നത് ചെമ്പൈ കോളേജിൽ പഠിക്കാൻ തുടങ്ങി, പിന്നെ ഇവിടെ എങ്ങനെ സെറ്റിൽ ചെയ്യാം? പഠിക്കാനായിട്ടാണ് വന്നത് ഇവിടെ എന്ന് പേരിൽ. പക്ഷെ അവിടെ ഞാൻ പോലും ഉറങ്ങാനായിട്ടൊക്കെ പോവുക, ഒന്നും പഠിക്കാനുള്ള സമയം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ, അന്ന് ഇവിടെ പാലക്കാടിലുള്ള ഏറ്റവും ടോപ്പ് ഇന്ത്യയിലെ കലാകാരന്മാരായിട്ടുള്ള സുമിത് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഗിറ്റാറിസ്റ്റ്, സുമിത്ത് എന്ന് വിളിക്കും, ശ്രീറാം, ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ഓർക്കസ്ട്രയായി, ഉഗ്രൻ ജാഫർ, അങ്ങനെ നാദം. ആ ഓർക്കസ്ട്ര ആയതിനു ശേഷം കേരളത്തിലെ 1 of the ബെസ്റ്റ് ആയിരുന്നു. അത്രയും നല്ല, ഒരുപക്ഷെ ഗാനമേളയിൽ അത്രയും എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള കലാകാരന്മാർ എന്ന് പറയുന്നത്. ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഇതിന് പോവുക. പക്ഷെ പോണ്ടിയിരുന്നത് ചെമ്പൈ കോളേജില്ല, കാരണം കച്ചേരി ഒന്നും കൂടെ നടത്താനേ. ഇനിയുള്ള കാലത്ത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പുറത്തുള്ള ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, മാൻഡ്ലിൻ ശ്രീനിവാസ്, അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് അവരുമായിട്ടുള്ള പരിചയം എങ്ങനെയാണ് തുടങ്ങുന്നത്? അവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഹരിസാറിന്റെ അടുത്തേക്ക് എത്തുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞങ്ങൾ നാദം ഓർക്കസ്ട്ര ഉള്ള സമയത്ത്
അദ്ദേഹം ഉയിരെ എന്ന് പറഞ്ഞ പാട്ട് മാത്രം പാടിയൊരു സമയത്ത്, അതായത് നമ്മളുടെ ഫസ്റ്റ് ഫിലിം പാടിയ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും എപ്പോഴും ഭയങ്കര ഫാനാണ് ഞാൻ. കാരണം ഞാൻ ഗസൽസ് കേൾക്കായിരുന്നു. ഇപ്പം ഹരിജിയുടെ ഗസൽസ് അന്നൊക്കെ നമ്മൾ ഒരുപാട് ഹൊറൈസൺ അങ്ങനെ ആൽബങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സിൽ തട്ടുന്ന ഒരു പാട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അയ്യോ മഹാഭാഗ്യല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര കാലം എനിക്ക്. അപ്പോൾ അങ്ങനെ അന്ന് ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് നാദം ഓർക്കസ്ട്ര ഞങ്ങൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുള്ള പാട്ടുകൾ റെക്കോർഡ് ചെയ്തു. റെക്കോർഡിങ്ങിന് അന്ന് സ്റ്റുഡിയോ ഒന്നുമില്ല ഇവിടെ. ഒരു സാധാരണ ഒരു വടക്കന്തറ അമ്പലത്തിൽ ഒരു ശശി എന്ന് പറഞ്ഞൊരു സൗണ്ടൊക്കെ ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അയാളെ വീട്ടിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യാം. റൂമിലിരുന്ന് ഒരു 3 സിനിമ പാട്ട് റെക്കോർഡ് ചെയ്തു ഇദ്ദേഹം പാടിയിട്ട്. ഞങ്ങൾ പാടിയിട്ട് ഓർക്കസ്ട്ര വായിച്ചിട്ട്. അന്ന് ഈ തരികിടൊന്നും ഇല്ല കേട്ടോ, പ്രോഗ്രാമിങ് കാര്യങ്ങൾ ലൈവ് വായിച്ചിട്ട്. പരിമിതമായ, കാരണം അത്ര നല്ല കീബോർഡ്സ് ഇല്ല, അല്ലെങ്കിൽ അത്ര നല്ല റിതം ചെയ്യാനുള്ളതില്ല. പക്ഷേ മ്യൂസിക് ഉണ്ടായിരുന്നു. ആ കൂടുതൽ എല്ലാവരും തന്നെ സാമ്പത്തികപരമായിട്ട് വളരെ മോശമായിരുന്നു അന്ന്. അപ്പോൾ ഉള്ളത് വെച്ച് ഞങ്ങൾ ഓണം പോലെ റെക്കോർഡ് ചെയ്തു. ഒപ്പം അദ്ദേഹം പാട്ടിലുള്ള ഒരു ഗസൽസ്, ഒരു 3 ഗസൽ ഞങ്ങൾ വായിച്ച് റെക്കോർഡ് ചെയ്തു. അതെല്ലാണ് വീണത്. ഇത് അയച്ചു കൊടുത്തു ഒരു കാസറ്റായിട്ട്. ഇവിടുന്ന് അയച്ചു കൊടുത്ത് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക. കാരണം ഈ ഗാനമേളയ്ക്ക് വായിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും തന്നെ നമ്മളൊരു ഫോമിന്റെ ഒരു ഐഡിയ തന്നെയായിരുന്നു, ഒരു ഗ്രൂപ്പിന്റെ ഐഡിയ തന്നെയായിരുന്നു. പിന്നെ അതെന്ത് ആയെന്ന് വെച്ചാൽ ഈ ഗസൽസ് വായിക്കുക എന്നുള്ളത് അത് എളുപ്പമായിരുന്നില്ല. കാരണം അന്ന് ഗാനമേളയ്ക്ക് വായിക്കുന്ന ഒരു ഓർക്കസ്ട്രക്കാരിൽ പലതും തന്നെ ഒരു പക്ഷേ ചുരുക്കം ആൾക്കാരായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പം ഞങ്ങളത് വായിച്ചയച്ചപ്പോൾ അതിലാണ് അദ്ദേഹത്തിന് ഭയങ്കര ഇവർ ഇതും വായിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിളി വരുന്ന എപ്പോഴാണെന്ന് അറിയാം, കേരളത്തിൽ മൊബൈൽ ഫോണിന്റെ ലോഞ്ചിങ്, മൊബൈൽ ഫോൺ ആദ്യമായിട്ട് വരുന്നത് അത്ര നീട്ടുള്ള സാധനം, അത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു. അന്ന് മോഹൻലാൽ സാറായിരുന്നു അതിന്റെ ആങ്കറിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി. അതിനാണ് അദ്ദേഹത്തിന്റെ കൂടെ വായിക്കുന്നത്. ഞങ്ങളെ വിളിക്കുകയാണ്, നിങ്ങൾ വരണം ട്രിവാൻഡ്രത്ത് വരണം, കേരളത്തിലാണ് അത്. പിന്നെ ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നു. കേരളത്തില് ട്രിവാൻഡ്രത്തും കാലിക്കറ്റും നടന്നു. പിന്നെ തമിഴ്നാട്ടില് ലാൽ സാറിന് പകരം കമലാ സാറായിരുന്നു. നോർത്ത് പോകുമ്പോൾ അമിതാഭ് ബച്ചൻ സാറായിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്നത് എന്താ വെച്ചാൽ, അന്ന് ഹരിസാറിന്റെ ഹാസിർ എന്ന് പറഞ്ഞ ആൽബം ഇറങ്ങിയിട്ട് ആ ഒരു ഗസലൊക്കെ ഇറങ്ങിയ സമയത്ത് അപ്പൊ ഞാൻ അതിലൊരു ഹാർമോണിയം യൂസ് ചെയ്ത് ഇതാണ് അതിന്റെ ഗസൽ. അതിലൊരു ബീജിയുണ്ട്. ബീജുണ്ട്. ഞാനിതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഒരു ഗ്യാപ്പ് സമയത്ത് ഞാൻ വായിച്ചു, ഹരിജിക്ക് വായിച്ചു. അപ്പൊ എന്നെ നോക്കി. അപ്പൊ തന്നെ ഞാൻ ഈ കൂട്ടത്തിൽ ഒരു വ്യത്യസ്തനായി. നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാനൊരു വ്യത്യസ്തനായല്ലോ. പിന്നീട് അത് കഴിഞ്ഞു. അപ്പം ഇത് വായിച്ചിരിക്കുന്ന സാക്ഷാൽ ബുരേഖാൻ സാബ് എന്ന് പറഞ്ഞ ഹാർമോണിയം പ്ലെയറാണ്. ഞങ്ങളുടെ ഫിലിം സോങ്ങിന് മുന്നേ ഒരു 3/4 മണിക്കൂർ ഗസലും ഉണ്ട്. അതിന് ഇദ്ദേഹം വന്നിട്ടുണ്ട് തൊട്ട് മുമ്പ്. അപ്പം ഗ്രീൻ റൂമിൽ എത്തിയപ്പോൾ എന്നെ വിളിച്ചു. എനിക്കാണ് ഹിന്ദി ഒന്നും തീരെ അറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചു. ഇദ്ദേഹത്തിന് ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളൊക്കെ വായിക്കുന്ന, ഞാൻ തമാശയ്ക്ക് പറയും, നിങ്ങളൊക്കെ വായിക്കുന്ന ഇവിടെ ചെറിയ ചെക്കൻ വായിക്കുന്നുണ്ട്, വേണേ കേൾപ്പിച്ചതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹാർമോണിയത്തിൽ എന്നെ കൊണ്ട് വായിപ്പിച്ചു, ബുരേഖാന്റെ. അദ്ദേഹം എന്നിട്ട് എന്നെ ആ കാലത്ത് ബേട്ടാ ബോംബെയിലേക്ക് വരൂ, അവിടെ നിൽക്കാം, അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴേക്കൊക്കെ ജീവിതമൊക്കെ ആയല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞു, അങ്ങനെ വിട്ടു നിൽക്കാനും കേരളം വിട്ടു നിൽക്കാനുള്ളൊരു തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു ഹാർമോണിയം കൊണ്ടുണ്ടാകുന്നൊരു ഭാഗ്യമാണ്.
ഹരിഹരന്റെ കൂടെ അങ്ങ് പിന്നെ ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ പോയി, പിന്നെ കുറച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നാദം ഓർക്കസ്ട്ര എന്നുള്ള അതൊക്കെ മാറി. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നൊരു പിന്നൊരു 5-8 വർഷം ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു ഹരിജിയുടെ പ്രോഗ്രാം. പിന്നെ നമ്മൾ പാലക്കാട് പുത്തൂർ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലം, അപ്പോൾ അവിടെ വലിയ ഫെസ്റ്റൊക്കെ നടന്നു. അവിടേക്ക് ഹരിജിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗസൽ കം കുറച്ച് ഭജൻസ് ഒക്കെ ആയിട്ട്. അന്ന് അഗൈൻ ഞാൻ ജോയിൻ ചെയ്തു. പിറ്റേ ദിവസം തന്നെ എന്നെ കൊണ്ടുപോയി വീണ്ടും ചെന്നൈയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇടാ വണ്ടിയിൽ പോവാ പറഞ്ഞു. അങ്ങനെ പോയി. പിന്നീട് കുറേ കാലം വീണ്ടും ഇപ്പോഴും വായിക്കുന്നുണ്ട്. ശങ്കർ മഹാദേവന്റെ ശങ്കർ സാറും ഇതുപോലെ തന്നെയാണ്. അന്ന് ശങ്കർ സാറ് പാടിയ പോലെ തന്നെ ഹരിജിയുടെ ഒപ്പം ഒരു പ്രോഗ്രാമിന് ശങ്കർ സാർ പാടാൻ വരും. ചുരുക്കം കുറച്ച് സമയത്താണ് പാടിയിട്ടുള്ളൂ അദ്ദേഹം, ശങ്കർ സാർ. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ശങ്കർ സാർ വന്നു. അങ്ങനെ പിന്നീട് ഞങ്ങളെ ബാൻഡ് ഇഷ്ടപ്പെടുന്നു. പിന്നെ ശങ്കർ സാറിന്റെ പരിപാടിക്ക് ഞങ്ങള് ആ സമയത്താണ് പി ഉണ്ണികൃഷ്ണൻ, ഉണ്ണിച്ചേട്ടൻ വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങള് ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഞങ്ങളായിരുന്നു ആ സമയത്ത്. അതായത് അങ്ങനെ ഒരു ഹംഭാവായിട്ട് പറയുന്നല്ല, നാദം ഓർക്കസ്ട്ര. അന്ന് നാദം ഓർക്കസ്ട്ര അപ്പോൾ, അതായത് ഇന്ന് ലണ്ടനിലാണ്, നാളെ ശ്രീലങ്ക, നാളെ ശ്രീലങ്കയാണ്, മറ്റന്നാൾ ഇങ്ങനെ. അതായത് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഹരിജി, ശങ്കർജി, ചിത്ര ചേച്ചി, സുജാ ചേച്ചി, പിന്നെ എൻ്റെ വൈഫ്, ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പ് നിൽക്കില്ല. എവിടെയാ പോണെന്ന് വെച്ചാൽ അങ്ങനെ തമാശയായി ഡെയിലി യാത്ര. അതൊരു ഭയങ്കര അത്. പിന്നെ മറ്റൊരു കാര്യം തരാം, ആ സമയത്തൊക്കെ ഞങ്ങൾ ഫുൾ ലൈവ്. ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഗാനമേള അല്ലെങ്കിൽ ഫിലിം സോങ് ലൈവേ വായിച്ചുള്ളൂ. ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തൊക്കെ അബദ്ധമായിട്ട് പിന്നെ പേടിച്ച് ചെയ്തിട്ടില്ല. അത് ചോദിക്കണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഓഡിയൻസിനെ സംബന്ധിച്ച് പണ്ടത്തെ ഒരു ഗാനമേള കൾച്ചർ നമുക്കറിയാലോ. എല്ലാ ഉത്സവ പറമ്പുകളിലും ഗാനമേള ഉണ്ടാവും. എന്ത് പരിപാടിക്കും ഗാനമേള എന്ന് പറയുന്നത് സാധകപ്പറവകൾ എന്നൊക്കെ പറയുന്ന ഗംഭീര ട്രൂപ്പ് ഒക്കെ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഉള്ള സംഗതികളാണ്. അതിൻ്റെ ഒരു കൾച്ചർ മാറിയിട്ട് മറ്റ് പ്രോഗ്രാംസിലേക്ക് പോയി. അത് മാത്രമല്ല, ഗാനമേള കൾച്ചർ തന്നെ വേറെയായി മാറി അല്ലേ. ഈ ലൈവ് പരിപാടി, വലിയ പ്രോഗ്രാംസ് വരെ ആൾക്കാരെ ഇങ്ങനെ എന്താ പറയുക, പറ്റിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിന്റെ പെർഫോമൻസ് ഒക്കെ അത് മാറി. ഗാനമേളന്റെ ഉദ്ദേശം തന്നെ മാറി എന്ന് പറയാം. റെക്കോർഡ് ചെയ്ത് കാണിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നും. ഇതിൽ കൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഈ മാറ്റത്തെ നമ്മൾ എങ്ങനെയാ കാണാം? ഇപ്പൊ പരിതാപകരമാണെന്ന് ഒറ്റ വാക്ക് പറയാം. കാരണം ഗാനമേള എന്നുള്ള ഒരു പവിത്രമായ സംഗീത മേഖലയായിരുന്നു. ഇപ്പം ഞാൻ ഒരു കലാകാരനായി ഇന്ന് ഈ നിലയ്ക്ക്, അല്ലെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന, ഇപ്പം നിങ്ങളെ മുന്നിൽ ഇരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ എനിക്ക് ഗാനമേള ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഗാനമേളയാണ് ഗുരു എന്നെ സംബന്ധിച്ച്. ഇപ്പം കർണാട്ടിക് മ്യൂസിക് ഒക്കെ വരുന്ന എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പഠിച്ചത് ഗാനമേള BGMs ആണ്. പലപ്പോഴും അതായിരുന്നു ഗുരുനാഥൻ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു പാട്ടിലേക്ക് വരുന്നതിന് ദാസാറ് തീർച്ചയായും, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗുരു തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഗുരു തന്നെയാണ്. അല്ലെങ്കിൽ അതിന് അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ഇവരുടെ പാട്ടുകൾ നമ്മളെടുത്ത് അതിനോട് നീതി പുലർത്തി ഉള്ള പരിമിതികൾ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതുപോലെ കേൾപ്പിക്കുന്ന ഒരു പ്രക്രിയ ആയിരുന്നല്ലോ. ആവർത്തിക്കുന്ന ഒരു സാധനമല്ലേ ഗാനമേള. അത് നമ്മൾ കൈകൊണ്ട് വായിക്കുന്നു. തെറ്റണം, മനുഷ്യരല്ലേ, തെറ്റ് പറ്റണം. അന്ന് ഞങ്ങൾ ഗാനമേളയ്ക്ക് വായിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ നാദം ഓർക്കസ്ട്ര, അല്ലെങ്കിൽ കലാസദൻ, അല്ലെങ്കിൽ കലാഭവൻ, ഏഞ്ചൽ വോയിസ്, ബ്ലൂ ഡയമണ്ട്, ഇതൊക്കെ ആയിരുന്നു വലിയ വലിയ ഇത്. ഒപ്പം ചില ഇൻഡിവിജ്വൽ സിംഗേഴ്സ്, ഇപ്പൊ കാഞ്ഞങ്ങാട് രാമേന്ദ്രേട്ടൻ, അല്ലെങ്കിൽ ഇപ്പുറത്തെ വന്ന പന്തളം ബാലൻ, ഇങ്ങനെ കുറെ പേര് ഇൻഡിവിജ്വലി ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ എന്താണെന്നറിയോ, ഞങ്ങൾ യാത്രക്കിടയിലാണ് കാണുവരെ. കാഞ്ഞങ്ങാട് രാമേന്ദ്രേട്ടൻ കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് പന്തളം ബാലൻ അങ്ങോട്ട് കണ്ണൂർ പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. നാടക വണ്ടികളും ഗാനമേള വണ്ടികളും ഇങ്ങനെ റോട്ടിൽ കൂടെ ആയിരുന്നു ചെയ്യുന്നത്. സത്യസന്ധമായിട്ടായിരുന്നു അന്ന്. അതാണ് അതിൻ്റെ ഒറ്റ വാക്ക്. അതായത് പാടുന്നവരായാലും വായിക്കുന്നവരായാലും തെറ്റണം. തെറ്റ് ഇല്ലാത്തവർക്കായിരുന്നു കൂടുതൽ പരിപാടികൾ. ഇപ്പോൾ ഒരു ഓർക്കസ്ട്ര കേൾക്കുമ്പോൾ നമ്മൾ ഡിഫറൻ്റ് ആകുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു കീബോർഡ് വായിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെതായ ഒരു സെൻസിലുള്ള ഒരു ചില ടോൺസ് ഒക്കെ വരുമ്പോൾ അതിലേക്ക് ഞാൻ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ കേൾപ്പിക്കാൻ ശ്രമിക്കും. ഇതുപോലെ വേറൊരു ഓർക്കസ്ട്രയിലുള്ള കീബോർഡ് പ്ലെയർ അതുപോലെ ശ്രമിക്കും. അപ്പൊ കുഞ്ഞു വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ വ്യത്യാസങ്ങൾ കാണാനും അല്ലെങ്കിൽ ഇത് തെറ്റുന്നത് കണ്ടുപിടിക്കാനായിരുന്നു ജനങ്ങൾ പോയത്. ഇപ്പൊ തെറ്റില്ലല്ലോ, എല്ലാം ഒരു ട്രാക്കല്ലേ, അല്ല കള്ളത്തരല്ലേ നടക്കണത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മോശമുള്ള ആൾക്കാരല്ല, ഇത് ചെയ്യുന്ന ആൾക്കാരാണ് മോശക്കാര്. കാരണം ഞാൻ അങ്ങനെയാ പറയാ, ജനങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളിയില്ലേ. ഗാനമേള എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം വെക്കുന്നില്ല. ഇപ്പം മെഗാ ഷോ എന്ന് പറഞ്ഞൊരു സാധനം വെക്കും. സ്റ്റേജിൽ കുറെ പുക വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതിന്റെ മേലെ എന്താ നടക്കുന്നത്. ഗാനമേള എന്നുള്ളത് അത്രയ്ക്കും പരിതാപകരമായുള്ള ഒരു മേഖലയിലെ ആയിപ്പോയി. ഇപ്പോൾ എന്തോ ഭാഗ്യം ഞാനത്
ഒരു 15 വർഷം മുന്നേ ഞാൻ നിർത്തി. നമ്മളൊക്കെ അന്ന് മത്സരിക്കുന്ന ചില ബിറ്റുകൾ ഇപ്പോൾ വായിച്ചോക്കിയത് കുറെ അമ്പാടി പൂങ്കുയിലേ ആ പാട്ടിൻ്റെയൊക്കെ ബിറ്റുകൾ ഇതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് വായിച്ചു നോക്കാനുള്ള മത്സരമായിരുന്നു. അതുപോലെ പ്രമദവനത്തിന്റെ ഫ്ലൂട്ട് പീസ് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. തൂബടി മാഷ ഇങ്ങനെയുള്ള ബിറ്റുകളൊക്കെ കയ്യിൽ വരുത്താനുള്ള അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഗുരുക്കന്മാരല്ലേ. മത്സരം ഉണ്ടായിരുന്നു. കാരണം ആ കീബോർഡ് പ്ലെയർ വായിക്കുന്നതിനെക്കാളും നന്നായി ഞാൻ വായിക്കണം. ഗാനമേഖലയിൽ നിന്നും ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇപ്പൊ ജേട്ടൻ ഒരു പ്രാവശ്യം പാടുമ്പോ ചന്ദനത്തിൽ ആ പാട് അതിനൊരു ബിറ്റ് ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? ഞാനത് വായിക്കുമ്പോ എനിക്കൊരു ധൈര്യം ദൈവം തരുന്ന വരെ അത് റിപ്പീറ്റേഷൻ ആ ബിറ്റ് വരുമ്പോ അപ്പൊ ഞാനത് എന്റെ ക്രിയേഷൻ കൊടുത്ത് ഇംപ്രവൈസ് ചെയ്ത് വായിക്കും. പക്ഷെ അത് അന്ന് ജേട്ടനൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും. ജേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒറിജിനൽ തന്നെ പട്ടാളച്ചിട്ട വേണമെന്നൊന്നുമില്ല. അപ്പൊ അത് ഒരു 100% ജനങ്ങളിൽ അന്ന് തന്നെ 88 പേരും അത് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ഒരു ചെക്കനുണ്ട്, അവൻ ചിലതൊക്കെ ഇങ്ങനെ വായിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഗാനമേളക്കാരിൽ നിന്നും ഈ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു നമ്മളൊരാൾ പാടി വെച്ച സംഗതി, യേശുദാസ് പാടിയ പാട്ട് അല്ലെങ്കിൽ ഒരു കമ്പോസർ കമ്പോസ് ചെയ്ത് വെച്ച് സിനിമ പാട്ട് തന്നെ എടുക്കാൻ നമുക്ക് അത് പിന്നീട് പാടുന്ന സമയത്ത് ഇംപ്രവൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഒറിജിനൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഒറിജിനൽ ഉണ്ടോ? നമ്മൾ വീണ്ടും വീണ്ടും പാടുമ്പോൾ ഇംപ്രവൈസ് ചെയ്ത് നമ്മുടേതായി വായിക്കുന്ന ആളുടെ അങ്ങനെയല്ലേ അതിങ്ങനെ വലുതാവുക? അതെ, അതിൽ രണ്ട് കാര്യം എന്താ വെച്ചാല്, ഒരു കാര്യം അതിലൊരു സത്യമായ കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ദാസാറ് പാടിയിരിക്കുന്ന ഒരു പാട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസർ ഇപ്പൊ ഇളയരാജ സാറ് ചെയ്തൊരു പാട്ടാണ് വെച്ചോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇളയരാജന്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, സംശയമില്ല. ഇപ്പൊ ഇതില് നമുക്കൊന്നും ആഡ് ചെയ്യാനില്ല. ഈ സാധനത്തില് ഒന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാന. അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാല്, അത് കമ്പോസ് ചെയ്ത അങ്ങനെ ഒരാളാ, അത് പാടിയിരിക്കണ അങ്ങനെ ഒരാളാ. ഇനി അതിന്റെ മേലെ ജനങ്ങൾ എക്സ്ട്രാ പാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് ഞാൻ പറയില്ല. അതിന്റെ മേലെ ഒരാൾ ആരെങ്കിലും പാടിയിട്ട് കുറച്ച് വിഭാഗം ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് മതി എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതിലെല്ലാം ഉണ്ടേ. എന്തിനധികം പൂവേ പൂവേ എന്ന് പറഞ്ഞാ അത് തീർന്നില്ലേ, കംപ്ലീറ്റ്. ഇനി അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ സാധനം വായിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുത്താൻ തൽക്കാലം എനിക്ക് പറ്റില്ല. എന്നാൽ ചില പാട്ടിന് പറ്റും, പറ്റുന്ന പാട്ടിനാവാം. ഇതിനിപ്പോ നമ്മൾ വെറുതെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. രാജാ സാറിന്റെ പാട്ട്, സലിൽ ചൗധരി സാറിന്റെ പാട്ട്, ജോൺസൺ മാസ്റ്റർ പാട്ട്, ഈ പാട്ടുകളൊന്നും നമ്മൾ വല്ലാതെ കൈവയ്ക്കാൻ പോവാത്ത നല്ലത്. ഇളയരാജനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. എന്തുകൊണ്ടാണ് ഇഷ്ടം?
അത് എന്താ പറയാ, അത് സംഗീതത്തിനായിട്ട് ഭഗവാൻ ജനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരില്ലേ, ഞാൻ ദൈവവിശ്വാസി അതിനെ കൊണ്ടാണ് കേട്ടോ ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യനത് ഒരു അപാര ജന്മ. കാരണം എന്താണെന്നറിയോ, എന്തൊരു മ്യൂസിക്കാന്നേ. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താ ഈയിടെ ഒരു പടം ഇറങ്ങി, ഞാൻ എന്താ പറയാ, ഭയങ്കര ഹിറ്റൊക്കെ ആയിട്ടുള്ളൊരു പടം, ഒരു കുഴിയിൽ ഗുണാക്ക് ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ്. ഇപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോ ആ പടം ഞാൻ കണ്ടു. എനിക്ക് അതില് എനിക്ക് ആ പടം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പടം ഇറങ്ങി വന്നപ്പോഴും എനിക്ക് ആ പാട്ടേ നിന്നിട്ടുള്ളൂ. താരാ താര, അതെന്തൊരു കമ്പോസിഷൻ അല്ലേ. ശരിക്കും അത് കമൽ സാറിന്റെ തന്നെ ഗുണം കാണുമ്പോ നമ്മള്, അതായത് അയ്യോ, എനിക്ക് ആ പടം കണ്ടിട്ട് എനിക്ക് ആ പാട്ട് ഇങ്ങനെ കാലാതീതമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അത് മഹാഭാഗ്യല്ലേ. അതല്ലേ ഇളയരാജ. എന്തൊരു പാട്ടാ, അതിന്റെ ബീജിയല്ലേ ടാറ്റാ, അത് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അല്ല, നമ്മളുടെ ഒരു മ്യൂസിക് അറിവൊക്കെ വെച്ച് മഹാലെജൻഡാണ്. ഈ പുള്ളിന്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഈ ഫോക്ക് എലമെന്റ്സ് ഭയങ്കരമാണല്ലോ. അത് മ്യൂസിക്കിലെ നമ്മളെപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു ചിട്ടവട്ടങ്ങളെ കുറിച്ചിട്ട് പറയും. ഹിന്ദുസ്ഥാനിയിലും കർണാടകയിലും ബേസ് ഓഫ് കോഴ്സ് അത് വേണം, അത് അങ്ങനെ തന്നെയാണ് അത് പോകേണ്ടത്. പക്ഷെ ഫോക്ക് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഏരിയ എന്ന് പറയുന്നത് രാജസാറിന് ഓഫ് കോഴ്സ് അങ്ങോട്ട് പാട്ടിൽ മുഴുവനും ഉണ്ട്. നമ്മുടെ നാടും ഈ ഫോക്ക് എലമെന്റ്സ് ഒക്കെ മ്യൂസിക്കിൽ എത്രത്തോളം? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നതും എന്താണ്, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നത് തെയ്യത്തിലൊരു തോറ്റം പാട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ പാടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് ഫോക്ക് ഒരു പ്രകൃതി സംഗീതമാണ്, പ്രകൃതിയിലുള്ള ഒരു സാധനങ്ങളാണ്. അത് തന്നെയാണ് നമ്മളെല്ലാ മ്യൂസിക്കിലേക്ക് ആവാഹിച്ചത്, എല്ലാത്തിലേക്കും. അതിപ്പം എല്ലാത്തിലേക്കും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താ, ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴത്തെ ഫോക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് എനിക്ക് അങ്ങനെ യോജിക്കുന്നില്ല ഞാൻ, ഓപ്പൺ ആയിട്ട് പറഞ്ഞു. കാരണം അത് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവല്ലേ അതിന്റെ രീതിയിൽ. അവരും അതിന്റെ ഒരു മാർക്കറ്റിംഗ് വശത്തിലേക്ക് പോയിട്ട് ആ ഫോക്കിൻ്റെതായിട്ടുള്ള തനിമ എല്ലാം എന്താ പറയുക, ഒരു താള ഇങ്ങനെ ഒരു താളിട്ട് ജനങ്ങളെ കൊണ്ട് തുള്ളിക്കുന്ന ഒരു തരത്തിലേക്ക് ഏത് സംഗീതം പോയാലും ലിമിറ്റേഷൻ, ഇതെല്ലാം ഔട്ടായി പോവും. ഇതെല്ലാം തന്നെ ഔട്ടായി പോകും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഗാനമേള എന്നുള്ളത് ആ ഫീൽഡ് പോവാൻ കാരണം എന്താണ്, ഈ ജനവഞ്ചന അല്ലെങ്കിൽ ഈ പറ്റിക്കൽ വന്നതിന് ശേഷം ജനങ്ങളെ വഞ്ചിക്കാന്ന് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സാധനവും ഓപ്പൺ ആക്കി ഇട്ടിട്ട് കുറെ അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലാത്ത ആള് സ്റ്റേജിൽ ഇരിക്കുന്നു, ഒരു കോഡ് പിടിക്കാൻ അഭിനയിക്കുകയാണ്. ഒരു കോഡ്, അത് ഒരിക്കലും എല്ലാവരും അല്ല ഞാൻ പറയണത്, ഇത് ചെയ്യുന്നവരാ ഞാൻ പറയണത്. ഇപ്പൊ എല്ലാ കലാകാരന്മാരെല്ലാവരും നിവൃത്തികേടുകൊണ്ട് ഇത് പോയി അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അത് ജനവഞ്ചനയാണ്. അപ്പൊ എന്തായി, ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് പറ്റിക്കലാണെന്നുള്ളത്. സ്വാഭാവികം. ആ മേഖല തന്നെ അവിടെ ചാരി വെച്ചില്ലേ നമ്മളെ ജനങ്ങള്. ഓർക്കസ്ട്ര ബാൻഡിൽ, അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ മല്ലിശ്ശേരി ഓർക്കസ്ട്രയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. സൗത്ത് ഇന്ത്യയിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓർക്കസ്ട്ര. ഞാൻ 42 പരിപാടി ഒരു മാസം വായിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പൊ എവിടെ? അപ്പം അവരും ഈ ഒരു തരത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ശബ്ദം ഉണ്ടാക്കൽ മാത്രമാണ്. കേരളത്തിലും ഭയങ്കരമായിരുന്നില്ലേ. നമ്മളെ കോഴിക്കോടൊക്കെ വന്നാൽ അത്ര ജനങ്ങള്, ഇപ്പം ദാസാറൊക്കെ അന്ന് വരുന്നതിന്റെ അതിനെക്കാട്ട് ജനങ്ങളുണ്ടോ. അതിപ്പോ നിന്നു. കാരണം അവരും ഈ ഒരു ഇതിലേക്ക് തന്നെ പോണു. അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഇതെല്ലാം അഭിനയവും. പിന്നെ ഒരു ടൈം പാസ് ആയിട്ട് ഒരു കല്യാണം വരുമ്പോൾ ഒരു മുക്കില് മല്ലിശ്ശേരി ഓർക്കസ്ട്ര വെക്കും, അല്ലെ വേറെ ഏതോ ഓർക്കസ്ട്ര വെക്കും. അത് കേൾക്കേണ്ടവർ കേൾക്കാം. അവരും അങ്ങനെയായി, പോകുന്നവരും അങ്ങനെയായി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോ എന്തായി, ആ ഒരു മേഖല വന്നപ്പോൾ ഈ ഫോക്ക് എന്ന് പറഞ്ഞതിന്, ഇതിന് മുന്നേയും ഫോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഫോക്കിലേക്ക് കടന്നത് വളരെ ചുരുക്കമായിട്ടുള്ളൂ ടൈം. ഓർക്കുന്നില്ലേ, വളരെ എല്ലാ സ്ഥലത്തും ഫോക്ക് പരിപാടി വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ഗാനമേള സൈഡായി. ഗാനമേള അപ്പോഴത്തേക്ക് നിന്നു. അപ്പോ അതെന്തായിരുന്നു ഇവരെ വെക്കാൻ കാരണം, അന്ന് ഇവര് ലൈവ് ആയിരുന്നു. ഈ നാടൻ പാട്ട് എന്ന് പറയുന്നത് പാടുക, കൊട്ടുക, എന്റർടൈൻ ചെയ്യുക, അത് ലൈവായിരുന്നു. ഇപ്പോ ചില ആൾക്കാർ ഇതേ ട്രാക്കിലേക്ക് വരുന്നുണ്ട്, അഭിനയത്തിലേക്ക് വരുന്നുണ്ട്. ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റും, പക്ഷെ ഇവരെല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളൂ. അത് ആ ഒരു കലാരൂപത്തിന്റെ അല്ല സംഗീത മേഖലയ്ക്ക് അധപതനത്തിലേക്ക് പോകുള്ളൂ. പറ്റിക്കാൻ തുടങ്ങിയ
നിൽക്കുന്നേ, ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ല ഇപ്പൊ അതിന്റെ ഒരു കുറച്ച് കുറഞ്ഞു. ഇപ്പൊ നമ്മൾ 2 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു നാടൻ പാട്ട് സംഗീത മേഖലയുടെ ഒരു പരിപാടി തിരക്ക് ഇപ്പൊ കുറഞ്ഞു. അതിന് കാരണം ഇതാണ്. അതായത് ഇതെന്താ വെച്ചാല് ഇങ്ങനെ വരുമ്പോ എന്താണെന്നറിയോ, ഒരു ഫീൽ ഇല്ലാതെ ഒരു ശബ്ദവും ബഹളവും നമ്മൾ ചുയിങ്കം പോലെ സംഗീതത്തിനെ കാണേണ്ടി വരും. അതായത് അത് ആ ഒരു മധുരം കഴിയുന്നവരെ നമ്മളിങ്ങനെ ചവയ്ക്കും, പിന്നെ തുപ്പും. ഇതേപോലെയായി ഇപ്പൊ സംഗീതം. അതൊരു പരിധിവരെ സിനിമയിൽ അങ്ങനെയായിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നാടൻ പാട്ട് പറഞ്ഞപ്പോ അമ്മ നാടൻ പാട്ട് കലാകാരിയാണ് അല്ലെ, പി.കെ. മാധവി. എന്ത് തരത്തിലുള്ള പാട്ടുകളാണ് അവർ പാടിയിരുന്നത്? അവാർഡ് കിട്ടിയിട്ടുണ്ട് സംഗീത. അമ്മ ശരിക്കും അമ്മ ജനിച്ചതൊരു ടിപ്പിക്കൽ ഒരു കലാകുടുംബത്തിൽ തന്നെയാണ്, പണിക്കർ. അപ്പം അവര് ട്രഡീഷണൽ ആയിട്ട് തെയ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അമ്മ ഉഗ്രായിട്ട് പാടും അന്ന് തന്നെ. പക്ഷെ അമ്മ അവിടെ ജനിച്ചപ്പോഴും അമ്മ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സംഗീതം, ട്രഡീഷണൽ ആയ സംഗീതത്തിൽ അമ്മ സിനിമാ പാട്ടൊക്കെ അസലായിട്ട് പാടും അമ്മ അന്ന് തന്നെ. അപ്പം എനിക്ക് പാട്ട് നമ്മളൊക്കെ എന്തെങ്കിലും കിടന്നുറങ്ങുമ്പോഴൊക്കെ അമ്മ പാടുന്നത് കേട്ട് കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ശരിക്കും സംഗീതത്തിലേക്ക്. പിന്നെ അച്ഛനും ഗംഭീരമായിട്ട് പാടും. ഇവർ രണ്ടാളും ഇവർക്ക് കിട്ടിയതൊക്കെ ഞാൻ പറയട്ടെ ഈ ഫോക്ക് തന്നെയാണ്. അല്ലാണ്ട് അച്ഛനൊന്നും, പിന്നീടാണ് അച്ഛൻ കർണാട്ടിക് മ്യൂസിക് പാലക്കാട് വന്ന് നാദസ്വരം പഠിച്ചതൊക്കെ. അത് ഞാൻ പറയട്ടെ, അവർ വരുന്നത് ഈ പ്രകൃതിയിലുള്ള സംഗീതത്തിൽ നിന്നാണല്ലോ, ഒരു ചുറ്റുപാടുകൾ എന്നുള്ള തന്നെയാണ് സംഗീതത്തിലേക്ക് വരിക. സംഗീതം ഉള്ളിലുള്ള സംസ്കാരമുള്ള ആൾക്ക്, എല്ലാവർക്കും അല്ല, എല്ലാവരും അങ്ങനെ ഉണ്ട്. പിന്നീടാണ് അത് പഠിക്കണം തോന്നുക, അങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പൊ അമ്മ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? അമ്മ അന്ന് എങ്ങനെയാ വെച്ചാൽ അമ്മ മിക്കവാറും, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അമ്മയെ മനസ്സിലാക്കി ഒരു ബോധം വന്ന് അമ്മ പാടി എന്തായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ, അമ്മ അന്ന് ബാവുക്കാൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സൂര്യകാന്തി ഈ പാട്ടൊക്കെ പാടിയിട്ട് എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട് അമ്മ. പിന്നെ അമ്മ ട്രഡീഷണൽ ആയിട്ട് തോറ്റം പാട്ട് എനിക്ക് സത്യത്തിൽ അറിയില്ല, ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് വിട്ടു. ഇതൊക്കെയാണ് കൂടുക, അമ്മയുടെ ആങ്ങളമാര് അല്ലെങ്കിൽ അമ്മയുടെ കുടുംബം ഇങ്ങനെയുള്ള ഇതിലൊക്കെ അത് പാടുന്നതാണ് ഞാൻ കേൾക്കാറ്. പക്ഷെ അത് കേൾക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ 6 വയസ്സും, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം എനിക്കൊന്നുമില്ല. പക്ഷെ ആ ഒരു സംഗീതത്തിന്റെ ആത്മാവ് മനസ്സിലാക്കാനുള്ള ആ പാട്ട് വായിക്കും, സൂര്യകാന്തി വായിക്കും. അയ്യോ, ബാബുരായ മാഷ് ഇങ്ങനത്തെ കമ്പോസിഷൻ നമുക്ക് വായിച്ചെടുക്കാനും പണിയാ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് വായിച്ചാലാണ് പ്രത്യേകം. ഇത് പറഞ്ഞത് ഞാൻ വായിക്കാം, പക്ഷെ എന്റെ ഊഴപ്പ് ഇതാണ്. ഈ ഹാർമോണിയം ഹാർമോണിയത്തിന്റെ വലിപ്പം ഇത് ചെറുതാ. ഇതെന്തായിരുന്നു ഉദ്ദേശം എന്നറിയോ? ഒരു കൊറോണ സമയത്തേ, തമാശക്ക് പറയുകയാണെ, നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിക്കണ്ടേ. അപ്പൊ അന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു സാധനം എനിക്ക് പഞ്ചാബിൽ നിന്ന് ഒരാള് കിട്ടിയിട്ടുള്ളതാ, ഒരു റീഡേ ഉള്ളത്. പക്ഷേ ഇപ്പൊ ഞാൻ പോകുന്ന പ്രോഗ്രാമിന് എന്നെ ഏൽപ്പിക്കുമ്പോ പ്രാചി ആ കുട്ടി ഹാർമോണിയാണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എനിക്ക് ഹാർമോണിയം എത്തിക്കാൻ പറ്റി. ഒന്ന്, പിന്നെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഒരു തലമുറ തന്നെ പുതിയ ഒരു ട്രെൻഡും കൂടെ മാറിയിട്ടുണ്ടല്ലേ. അതായത് ഇപ്പം കാസർഗോഡ് ഒരു ശശി എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ട്, എനിക്ക് ഗംഭീരമായിട്ട് വായിക്കും, അവൻ അസലായിട്ട് വായിക്കും. ഞാൻ ഓൺലൈനായിട്ട് മാത്രമാണ് അവന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവൻ വർക്ക്ഷോപ്പിലാണ് ജോലി. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സംഗീതാത്മകമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു കുട്ടിയുണ്ട്, ശരൺ എന്ന് പറഞ്ഞ പയ്യൻ, ഇപ്പം മറ്റേ ഇതിനൊക്കെ വായിച്ചുള്ള അവനുണ്ട്. അതുപോലെ ആദർശി എന്ന് പറഞ്ഞൊരു പയ്യൻ, സുഭാഷ്, അങ്ങനെ കുറെ പേര് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ഇങ്ങനെ കുറെ ആൾക്കാർ. അത് ഞാൻ തന്നെയാണ്, എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. എല്ലാവരും ഹാർമോണിയം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു മെയിൻ റോളിലേക്ക് ഈ ഹാർമോണിയത്തിനെ കൊണ്ടുവന്നത്. ഒരു കാലത്തെ ഓഫ് കോഴ്സ് സിനിമാ സംഗീതത്തിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിലൊക്കെ കമ്പോസേഴ്സ് മുമ്പിൽ ഹാർമോണിയം വെച്ചിട്ട് ഇരിക്കുന്ന ഫോട്ടോസാണ് നമ്മൾ. അങ്ങനെ തന്നെയായിരിക്കും കമ്പോസിഷൻ നടക്കുന്നുണ്ടാവും.
കൂടെ നാടകങ്ങളില് ലൈവ് വായിച്ചിരുന്നത് ഹാർമോണിയം ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് അങ്ങനത്തെ നാടക എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. ആണോ? ഞാന് നമ്മളെ നാട്ടില് പല പല ട്രൂപ്പുകളില്ലേ, അതിലൊക്കെ നാടകം എന്താ എത്ര കൊറേ വായിച്ചിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം നമ്മള് ചില വയലിനിസ്റ്റുകൾ വരും. ഞാൻ നാടകം എന്ന് പറഞ്ഞ സത്യത്തിൽ ഞാൻ വിചാരിച്ചെന്താ ഇതായിരുന്നു എന്നാണ്. പക്ഷെ ഇതല്ല നാടകം, എനിക്കറിയുന്ന ഇതായിരുന്നു. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ശോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വിടും. ഇപ്പൊ കല്യാണം നടന്നാൽ നമ്മള് അതിനപ്പുറത്തേക്ക് ഒരു മ്യൂസിക് ചിന്ത നമുക്ക് അതിന് മുന്നിൽ വന്നില്ല. എന്നിട്ട് അലക്കും നമ്മള് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. ഹാർമോണിയം ആണല്ലോ, അലക്കും. ചിലപ്പോഴേ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞുള്ള ശബ്ദങ്ങള് അതാണെന്ന് വിചാരിക്കാം. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഇതൊന്നുമല്ല, ശോകത്തിന് ഇപ്പൊ അതന്നെ വേണമെന്നില്ല, റൊമാൻസിന് ഇങ്ങനെ ഉണ്ടല്ലോ. അത് അന്ന് ഞങ്ങൾ വായിക്കുമ്പോ ഒരു ജോസേട്ടൻ എന്തൊരു വയലൻസ് ഉണ്ടായിരുന്നു. മൂപ്പരാണ് പിന്നീട് ചില പീസുകളൊക്കെ അങ്ങനെ അത് തന്നെ വേണമെന്നില്ല. ശോകത്തിന് നമുക്ക് അങ്ങനെയൊക്കെ വായിച്ചാലും ശോകാവും പ്രകാശ് എന്നൊക്കെ പറഞ്ഞത് അതുവരെ അനുഭവം. പിന്നീട് ഞാൻ അങ്ങനെ ആവാൻ തുടങ്ങി. പിന്നീട് നോക്കുമ്പോ അതായിരുന്നു ശരി. ഇപ്പൊ നമ്മളിപ്പോ കിലുക്കം എന്നൊക്കെ പറഞ്ഞ പടത്തില്ലേ, ഇതൊക്കെ റീ റെക്കോർഡിംഗ് ആണല്ലോ. അത് SP വെങ്കടേഷ് സാറാ. പിന്നെ അത് അദ്ദേഹം തന്നെ അതിന് ശേഷം ഒരു ഞാൻ ഇതിന്റെ ഒരു കണക്ഷൻ വ്യൂഹം എന്ന് പറയുമ്പോ ഇപ്പൊ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ പടം വരുമ്പോ നമുക്ക് വേറെ ഒന്നുമല്ല, അങ്ങനെ സാധനല്ലേ. അതിലെ ഉഗ്രം പാട അപ്പൊ നമ്മള് അത് ശ്രദ്ധിക്കുന്ന എന്താ അറിയാം, അത് കീബോർഡിൽ ഒരു പോർട്ടമെന്റോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇങ്ങനെ കുഴഞ്ഞു പോകും. അതിലുള്ള ടോൺ ഇട്ടിട്ടാണ് ഇത് വായിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ കേട്ടിട്ടാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് എത്താന്ന് പറയില്ല. പിന്നീട് ഇതൊക്കെ ഞാൻ വായിക്കുമ്പോൾ കിലുക്കം എന്ന് പറയാം ആൾക്കാര്. ഈ കീബോർഡും ഹാർമോണിയം തമ്മിലുള്ള അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാ? രണ്ടിന്റെ പലതരം സാധ്യതകൾ എന്തൊക്കെയാ? അതായത് ഇപ്പൊ നമ്മളിപ്പോ കീബോർഡ് കാണുന്നുണ്ടെങ്കിൽ സിന്ധുബേരി വായിച്ച ഈ ഒരു ഉള്ളിലേക്ക് എത്തുന്ന ഫീൽ ഉണ്ടല്ലോ, ഇതിപ്പോ നിങ്ങക്ക് ഇങ്ങനെ മധുരമായിട്ട് ഇപ്പൊ തലയാട്ടുന്നില്ലേ, വളരെ ഇതായിട്ട് ആസ്വദിച്ചിട്ട്, അതാണ് ഹാർമോണിയം. മറ്റേന്ന് വെച്ചാൽ നമുക്ക് മുറിച്ച് വായിച്ച് അത് വേറൊരു സാധനം. അപ്പൊ അതിന് നമ്മളിപ്പോ ഞാൻ അങ്ങനെ ലീഡ് വായിക്കും, ഇങ്ങനെ ബാക്കിങ് കോഡ്സ് വരുന്നത് വേറൊരു സാധനം, പക്ഷെ അതിനും ഫീല് വേറെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഗമക അധിഷ്ഠിതമായിട്ടുള്ള മെലോഡിയസ് ആയിട്ട് നമുക്ക് വായിക്കാം ഹാർമോണിയം ചിരി കംഫർട്ടാണ് എനിക്ക്. പിന്നെ കീബോർഡിലും വായിക്കാം, നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ട്, ടോണിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അങ്ങനെ ചില വീണ ടോൺ ഇടാം, സിത്താർ ടോൺ ഇടാം, എത്തിക്കാം. ഇതിനെല്ലാം ആധാരം ഉള്ളിലുള്ള സംഗീതം. അതേപോലെ തന്നെ കഥാപ്രസംഗം, സംശയനും അവരുടെയൊക്കെ കഥ, അതിലെ മെയിൻ പരിപാടിയാണല്ലോ ഹാർമോണിയം. അതെ, ഹാർമോണിയം തബലയാണ് വെച്ചിട്ടാണല്ലോ ആ ഒരു വലിയ കലാരൂപം. ഇതിൽ വായിച്ചിട്ടുണ്ടോ കഥാപ്രസംഗങ്ങൾക്ക്? അയ്യോ, അതൊരു കഥയല്ലേ. ഞാൻ എന്റെ ആദകശ്ശേരി ശിവക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ആ ക്ഷേത്രത്തില് ഞാനന്ന് എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് എന്താന്ന് തോന്നുന്നത്, ഞാൻ കാത്തിരിക്കും. എന്താ കാര്യം വെച്ചാല് ശിവരാത്രി. അപ്പോ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് കടല പാക്കറ്റാക്കി വിൽക്കാൻ പോകും. സ്കൂളൊക്കെ കഴിഞ്ഞ് ശിവരാത്രി അല്ലേ, വൈകുന്നേരം ചെറിയ പാക്കറ്റാ, 1 പൈസയോ 2 പൈസ എന്താണ് ഒരു പാക്കറ്റിനുള്ളത് അന്ന്. അങ്ങനെ എന്തോ ഉള്ളു, അത്രേ ഉള്ളൂ, 1 പൈസ എന്തോ. അപ്പൊ ഞാനൊരു 50 പാക്കറ്റ് ആക്കിയിട്ട് ചെറിയ ഇത് വെച്ചിട്ട് വിൽക്കാൻ പോകും.
അങ്ങനെ ഈ വിൽക്കാൻ പോയിട്ട് അത് വിൽക്കുക തകൃതിയായിട്ട് വിൽക്കുന്ന സമയത്ത് അന്ന് അവിടെ കഥാപ്രസംഗമായിരുന്നു ആ സ്റ്റേജിൽ. അത് എനിക്ക് തോന്നുന്നു ചേർത്തല ഭാസുര എന്ന് പറഞ്ഞൊരു അതിപ്രശസ്തയായിട്ടുള്ളൊരു കാതികയുടെ ഇതായിരുന്നു അന്ന് കഥാപ്രസംഗം. അപ്പം ഞാൻ അതും കേൾക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇത് തുടങ്ങുന്നില്ല, ലേറ്റ് ആവും. എന്താ സംഭവിച്ചാൽ ഹാർമോണിസ്റ്റ് വന്നിട്ടില്ല. ശിവരാത്രി അല്ലേ, അദ്ദേഹം വേറെ പരിപാടി എടുത്തിട്ട് ഈ പരിപാടിക്കൊന്നും എത്താൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നായി, ഹാർമോണിയം കൊണ്ടുവന്നുണ്ട്. ഞാനൊരു ട്രൗസറും ഒരു സാധാരണ ഇതൊക്കെ നമുക്ക് അന്നുള്ള ഇട്ടിട്ടൊക്കെയാ പോയത്. അപ്പോൾ എന്താ ഇപ്പം ചെയ്യാ ചോദിച്ചത്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണമായി. അന്വേഷിച്ച് ആ കുരിശ് എൻ്റെ അടുത്തേക്ക് വന്നു. കാരണം ഞാൻ അവിടെ ഭജനയ്ക്ക് വായിക്കുന്നുണ്ട്, ഇവിടെ ഒരു ചെറുതുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി നോക്കുമ്പോൾ വലിയ മേശയൊക്കെയാണ് കഥാപ്രസംഗം അങ്ങനെ നിന്ന് വായിക്കുന്നതൊക്കെ. എനിക്ക് നിന്നാൽ അത് എത്തൂല. അതൊക്കെ നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഹൈറ്റ് ഉണ്ടാവില്ലേ കഥാപ്രസംഗം, അതിൻ്റെ ഇടയിലാണല്ലോ ഇവർ നിൽക്കുക. എനിക്കത് എത്തുന്നില്ല, ഞാൻ ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ എന്നെ അച്ഛൻ എടുത്തിട്ട് അതിന്റെ മേലെ ഇരുത്തി, ടേബിളിന്റെ മേലെ. എന്നിട്ട് ഹാർമോണിയം മുന്നിൽ വെച്ച് തന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അന്നും എന്നും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഏത് ബ്രഹ്മാവ് വന്നാലും ഞാൻ കൂടെ നിൽക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചീത്ത അത്രയല്ലേ ഉള്ളൂ. ഞാൻ തുടങ്ങി, നമ്മള് വെച്ച്. പക്ഷേ പരിപാടി നന്നായി, ഗംഭീര അഭിപ്രായമായി, വലിയ ദോഷമൊന്നും വരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഞാൻ എന്ത് വായിച്ചെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇടവേളയില് ഈ ഹാർമോണിസ്റ്റ് പാടുന്നൊരു പരിപാടി ഉണ്ട് കഥാപ്രസംഗത്തിന്. അന്ന് ഞാൻ പാടി, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഈ പാട്ടാ ഞാൻ പാടിയത്. എനിക്ക് അതിൻ്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഈ സാധനങ്ങളൊന്നും എനിക്കറിയില്ല. എന്ത് സംഭവിച്ചോ അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായമല്ലല്ലോ. പക്ഷെ കഴിഞ്ഞപ്പോണ്ടല്ലോ, ഇപ്പോഴത്തേക്ക് ഒരു മെഗാ ഷോക്കെ വന്നിട്ട് സെൽഫി എടുക്കാനും അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയല്ലേ, അതിനപ്പുറത്തേക്കുള്ള സന്തോഷമായിരുന്നു. നാട്ടുകാർ വന്നിട്ട് എടുത്തിട്ട്, ഞാനന്ന് ഇത്രയുള്ളൊരു കൊട്ടയിലാണ് കടല കൊണ്ടുപോയത്. വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് ഒരു 10-20 കൊട്ടയാ സമ്മാനങ്ങൾ. എന്തൊക്കെയോ അവിടെ ഉള്ള ജിലേബി, മറ്റേ മുറുക്ക് കിറുക്ക് ഇങ്ങനെ വെച്ച് കടക്കട ഗഞ്ചറ, ഇതൊക്കെ എത്രയാ വാങ്ങിട്ടെന്നറിയാം നാട്ടുകാർ. അതാണ് എൻ്റെ പത്മശ്രീ. അന്ന് മുതൽ കഥാപ്രസംഗം. പിന്നെ ഞാൻ കുറെ കാഥികന്മാർക്ക് വായിച്ചിട്ടുണ്ട്. സാംബശിവൻ സാറിനൊന്നുമല്ല. പിന്നെ പുതുപ്പണം എന്ന് പറഞ്ഞ രാധ ടീച്ചർ ഉണ്ടായിരുന്നു, രാധ ചേച്ചിയുടെ കഥാപ്രസംഗത്തിന് വായിക്കും. കുറെ ആൾക്കാർക്ക് വായിച്ചിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ സിനിമയിലേക്ക് എങ്ങനെയാ? അവിടുന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം ഗാനമേളയ്ക്ക് വായിക്കുന്നത്. അത് എനിക്ക് ഞാൻ പഠിച്ച പാലോറ സെക്കൻഡറി ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു സേതു മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ ഗാനമേളയ്ക്ക് വായിപ്പിക്കുന്നത്. പ്രൊഫഷണൽ ട്രൂപ്പില് മറ്റ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ എല്ലാം അന്ന് ആരോ പ്ലേബാക്ക് സിംഗേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ അന്ന് എനിക്ക് ഹാർമോണിയം ഉള്ളത്. അന്നാണ് ഞാൻ ഈ കീബോർഡ് എന്ന് പറഞ്ഞ സാധനം കാണുന്നത്. അത് അന്ന് ആരാ കീബോർഡ് വായിച്ചത്, തലശ്ശേരി എവിടെയുള്ള ബദറുദ്ദീനോ അങ്ങനെ എന്തൊരാളാണ്, അത്ര ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിന് ഒരു കീബോർഡ് ഉണ്ട്, എനിക്ക് കീബോർഡൊന്നുമില്ല. ഞാൻ ഹാർമോണിയായിട്ട് പോയി. അപ്പൊ ഹാർമോണിയായിട്ട് ഞാൻ അന്ന് മറ്റേ നമ്മളെ പാട്ടൊക്കെ ദേവദാരു പൂത്ത്, അതാണ് ഞാൻ ആദ്യം ഗാനമേളയ്ക്ക് വായിക്കുന്നത്. ആ പാട്ടൊക്കെ ഇങ്ങനെ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. എന്താ പറയാ, നമ്മൾ ഈ റേഡിയോയിൽ കേൾക്കുന്ന അതേ, അന്ന് ടൈപ്പ് റെക്കോർഡൊന്നും ഇല്ലല്ലോ, റേഡിയോയിൽ കേൾക്കുന്ന അതേ സാധനം ഇങ്ങനെ ഇവരിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് വേറൊരു ലോകമായിരുന്നു. പക്ഷേ അവിടെ എവിടേക്കോ ഞാൻ ആ ബിറ്റുകളൊക്കെ ഈ മാഷ് എന്നെ ഇരുത്തി പഠിപ്പിച്ചിട്ട് ഞാൻ വായിക്കുമ്പോൾ അപ്പോഴും അതിലുള്ള നല്ല കലാകാരന്മാരെ എന്നെ അംഗീകരിച്ചിരുന്നു. അന്ന് ഈ സ്പീഡ് ഉണ്ടോ, ഇങ്ങനെ ഓടുമോ? സ്പീഡ് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നീടാണ് ഗസലിലേക്കൊക്കെ എത്തിയതെങ്കിലും അന്ന് ഭജനയ്ക്ക് വായിച്ചിട്ടേ നല്ല സ്പീഡ് ഉണ്ട് നമുക്ക്. അതെല്ലാം കട്ടക്ക് ഈ ഭജനയാണ്. ഞാനിപ്പം സ്പീഡാക്കാൻ വേണ്ടി തന്നെ അങ്ങനെയല്ല, പക്ഷെ ഈ ഭജനകള് അതങ്ങനെ വരുന്നതാണ്. പിന്നീട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടായല്ലോ. പ്രമദവനൊക്കെ ഇറങ്ങിയപ്പോ അതിന്റെ ബിറ്റ് ഇതൊക്കെ വായിക്കലാണല്ലോ പണി. 10 വെളുപ്പിന് അതിനൊരു ഹാർപ്പ്, വില്വാദ്രിനാഥൻ. അപ്പൊ ആ പാട്ടിനൊക്കെ ഞാൻ ഒറിജിനൽ ഇത് വായിക്കൂ. അവിടെ തുടങ്ങി നമ്മളെ തരികിട പരിപാടി. അന്ന് കീബോർഡിൽ ഈ സാധനം മാത്രം ഈ പ്രോഗ്രാമിങ് കിടുകിടുകിടുകിടുകിടുകിടുകിടു അത് മാത്രം വരും ആസ്വദിച്ചിടും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതിൽ അബദ്ധവും പറ്റും. അതായത് ഈ പോകുന്ന ടെമ്പോയില് എവിടെയെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് വേറെ കിടക്കില്ലേ, ടൈം മാറൂലേ. ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അതിന്റെ 4 ഇരട്ടി ടെമ്പോ ആയിട്ട് പോയിട്ട് ഇപ്പൊ അങ്ങനെ
ഓടിപ്പോ വരുമ്പോ ചിലപ്പോ ടെൻഷനിൽ ടെമ്പോ നോക്കിയിട്ടാണ് എന്നൊരു സാധനം ഉണ്ടാവുള്ളൂ. അതിന്റെ 4 ഇരട്ടി ടെമ്പോ ആണെങ്കിലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ഞാൻ ഇതുവരെ എനിക്ക് ടഫായിട്ടുള്ള, ഞാൻ അതിനോട് മത്സരിക്കും. നമുക്ക് പറ്റാണ്ടിരുന്ന ചില പാട്ട് ഇപ്പോ നീ ഈ പാട്ട് ഒരു സനം അതിന്റെയൊക്കെ ചില ബീജം ഇതൊക്കെ വായിച്ച ടച്ചസ് ഒക്കെ വായിച്ച് പഠിക്കാനുണ്ടെന്ന് അന്നത്തെ. എന്നെ സംബന്ധിച്ച് ഞാൻ ലൈവ് പേടിച്ച് വായിച്ചത് മാൻഡറിൻ സ്ട്രീംസാണ്. 3 കോളേജാണ് സംഗീതത്തിന് മെയിനായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോളേജ്, തൃപ്പൂണിത്തുറ, പാലക്കാട്, ചെമ്പൈ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് അടിയന്തരമായിട്ട് പൂട്ടുക വേണ്ടത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിവിടെ ഒരു കോമൺവെൽത്ത് നടന്നപ്പോ അതിന്റെ മുന്നിലുള്ളൊരു ഗവൺമെന്റ് അല്ലേ ഫുൾ കരോക്കെ ഇട്ടിട്ട് ലാലിസ് എന്ന് പറഞ്ഞൊരു പരിപാടി, എന്ത് ജനവഞ്ചനയത്.